ഓക്കെ, അപ്പോൾ സിഒയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് എന്താണെന്നും അതുപോലെ തന്നെ നമ്മളൊരു ആവശ്യം നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുന്നു. ഗൂഗിൾ മാത്രമല്ല, സെർച്ച് എഞ്ചിൻ വേറെ ഒരുപാടെണ്ണം ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളത് സെർച്ച് ചെയ്യുന്നു, നമുക്കൊരു ക്വയറി അതിനെ പറയുന്നതാണ്. ഞാൻ പറഞ്ഞു ഇനി മുതൽ അതിനെ പറയുന്നത് സെർച്ച് ക്വയറി എന്ന് വിളിക്കണം, അല്ലെങ്കിൽ അതിനെ കീവേഡ് എന്ന് വിളിക്കണം. അപ്പോൾ നമ്മളൊരാവശ്യം ഗൂഗിളിനോട് ചോദിച്ചു, ഗൂഗിൾ നമുക്ക് അതിനകത്ത് റിസൾട്ട് കൊണ്ടുപോയി തരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് റാങ്കിങ്ങിന് വരുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 റിസൾട്ടിൽ വരുന്ന, അത് 10 റിസൾട്ട് വരുന്ന വെബ്സൈറ്റിലേക്കായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, അതിനെപ്പറ്റി ബ്രീഫ് ആക്കിയില്ല. അടുത്ത ക്ലാസ്സിൽ പറയാമെന്നാണ് പറഞ്ഞത്. ക്രോളിംഗ്, ഇൻഡെക്സിങ്, റാങ്കിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ, SEO ടോപ്പിക്കിൽ വരുന്നതെന്ന് വെച്ചാൽ സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഹൗ സെർച്ച് എഞ്ചിൻ വർക്ക്സ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സെർച്ച് എഞ്ചിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇതൊരു ബേസ് തിയറിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കാരണം നിങ്ങൾ ഈ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ പിന്നീടുള്ള നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യണ സമയത്ത് നമുക്ക് ഒരു ബേസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോസസ്സിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ക്രോൾ എന്നുള്ളൊരു പ്രോസസ്സാണ്. ഇതാണ് ക്രോൾ. ഓക്കെ, സ്കോർ ദ ഇന്റർനെറ്റ് ഫോർ കണ്ടന്റ്. ഓക്കെ, ഇതാണ് സ്കോർ ദ ഇന്റർനെറ്റ് ഫോർ കണ്ടന്റ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്റർനെറ്റിൽ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റുകളെല്ലാം ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഗൂഗിളിൻ്റെ സ്പൈഡർ ബോട്ട്, എങ്ങനെയാണ് ഇവരെയൊക്കെ പറയുന്നത്. ഇവർ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഓരോ വെബ്സൈറ്റിലും ഓരോ ഡാറ്റാസ് എങ്ങനെയുണ്ട്, ആ ഡാറ്റാസ് എല്ലാം വലിച്ചെടുക്കുക. ഇപ്പോൾ വെബ്സൈറ്റിൽ പല കണ്ടന്റുകളുണ്ടാവും, ബ്ലോഗ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, ചിലപ്പോൾ ഇമേജ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡാറ്റയെല്ലാം വലിച്ചു കൊണ്ടുപോവുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ഇവർക്ക്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. നിങ്ങളത്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേൾവിയിലൂടെ, പിന്നെ ഞാൻ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെ, കാഴ്ചയിലൂടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മനുഷ്യർ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ, സെർച്ച് എഞ്ചിൻ്റെ കേസിൽ വരുമ്പോൾ, അവർക്ക് ഇത് നമ്മളെപ്പോലെ കണ്ണോ ചെവിയോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്താ ചെയ്യുക, ഈ ഡാറ്റാസ് എല്ലാം വലിച്ചുകൊണ്ട് പോവുക. അതായത് ഈ ഓരോ ഇന്റർനെറ്റിൽ കൊടുത്തിരിക്കുന്ന, ഓരോ വെബ്സൈറ്റിലും കൊടുത്തിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ആ കാര്യങ്ങളെല്ലാം വലിച്ചെടുക്കുക. അത് വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന ആ ഒരു ഡ്യൂട്ടിയാണ് ഈ ക്രോളിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ഇന്റർനെറ്റിലുള്ള എല്ലാ വെബ്സൈറ്റും ഈ പറഞ്ഞ ക്രോള് ചെയ്യുന്നതാണ്. ഏത് വെബ്സൈറ്റുകളുണ്ടോ അതെല്ലാം ക്രോൾ ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡെക്സ്. ഇപ്പോൾ ഡാറ്റ വലിച്ചെടുത്തു. അപ്പോൾ ബാക്കിയുള്ള രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ന് പറയുമ്പോഴേക്കും നമുക്കിത്, ഈ വലിച്ചെടുത്ത ഡാറ്റകൾ ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. പലതരം കാറ്റഗറിയിലുള്ള ഡാറ്റ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വെബ്സൈറ്റുകൾ പലതുണ്ട്. അപ്പോൾ ചിലപ്പോൾ കാർ റിലേറ്റഡ് ആക്സസറീസിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ജ്വല്ലറി റിലേറ്റഡ് വെബ്സൈറ്റ് ഉണ്ടാവും, ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ ഉണ്ടാവും. അപ്പോൾ പലതരം ഡാറ്റാസാണ് ഈ സ്പൈഡേഴ്സ് അല്ലെങ്കിൽ ബോട്ടുകൾ വലിക്കുന്നത്. അപ്പോൾ ഈ വലിക്കുന്ന ഡാറ്റാസിനകത്ത് ആ ഡാറ്റകളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ സോർട്ട് ചെയ്ത് വെക്കുക.
അല്ലേ? നമ്മളൊരു ലൈബ്രറിയിൽ ചെല്ലാൻ നേരത്തെ എങ്ങനെയാണ്? ഒരു ലൈബ്രറിയിൽ ചെല്ലുന്നു. അപ്പോൾ നമ്മൾക്ക് വേണ്ട പുസ്തകം, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വായിക്കുന്നത് എങ്ങനത്തെ ടൈപ്പ് ബുക്സ് ആയിരിക്കും? ചിലപ്പോൾ നമ്മൾ വായിക്കുന്നത് ചിലപ്പോൾ കവിതയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വായിക്കുന്നത് ചിലപ്പോൾ കഥകളുള്ള പുസ്തകങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വായിക്കുന്നത് ചിലപ്പോൾ ബയോഗ്രഫി ആയിരിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ്, ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ്, ലൈബ്രറി ചെല്ലുന്ന നേരത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഓരോ കാറ്റഗറി തിരിച്ചവർ അടുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ കവിത എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കഥ, അല്ലെങ്കിൽ ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കാണുന്ന കാറ്റഗറിയിൽ നോക്കിയിട്ട് നമുക്ക് വേണ്ടത് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കും. അപ്പോൾ അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് സെർച്ച് എഞ്ചിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. അവരെന്ത് ചെയ്യും, ഇതെല്ലാം ഇൻഡെക്സ് ചെയ്ത് ഒരു ലൈബ്രറി ആക്കിയിട്ട് ഇത് അടുക്കി വെക്കും. മനസ്സിലായി? അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഡാറ്റ വലിച്ചെടുത്തു, ആ വലിച്ചെടുത്ത ഡാറ്റ അവർ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാങ്ക് അല്ലേ? റാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റാങ്ക് എന്ന് കേട്ടിട്ടുള്ള ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിൽ പാസ്സാണ് റാങ്ക്. ആ റാങ്ക് അല്ലത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് റിസൾട്ടാണ്. സെർച്ച് റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഉദാഹരണം എന്താണ്, ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ ഇത് കീവേഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കീവേഡ് ഇതൊരു കീവേഡ് ഞാൻ കൊടുത്തു, ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞ് ഞാനൊരു കീവേഡ് കൊടുത്തു. അപ്പോൾ ഞാനിത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്, ഞാൻ സെർച്ച് എഞ്ചിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഗൂഗിളിനോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്ക് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്നുള്ള ഡാറ്റ കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡാറ്റ ഗൂഗിള് ക്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് സെർച്ച് ചെയ്യാൻ നേരത്ത് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിൻ സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് എന്താ പറയുക, ഇപ്പോൾ മൊബൈലിൻ്റെ ഒരു വെബ്സൈറ്റ് കൊണ്ടുവന്നിട്ട് ഗൂഗിൾ എനിക്ക് കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഞാൻ ചോദിച്ചാണ് ഡാറ്റ, എനിക്ക് വേണ്ടത് ഈ ഒരു ഡാറ്റയാണ്. അപ്പോൾ എനിക്ക് അതിന് പകരം അപ്പോൾ ആ റെലവൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഗൂഗിൾ എനിക്ക് കൊണ്ടുപോയി തരേണ്ടത്. പകരം എനിക്ക് ഇത് കാണിച്ചു തന്നു. അപ്പോൾ ഇതെന്താ, ഈ ഡാറ്റ എനിക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഇത് തെറ്റാണ്. പകരം എനിക്ക് എന്ത് ഡാറ്റയാണ് വേണ്ടത്? എനിക്ക് വേണ്ടത് ആ ഫ്ലാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ കാര്യം. ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ സ്കൈലൈനോ അല്ലെങ്കിൽ കോൺഫിഡൻറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ബിൽഡേഴ്സിൻ്റെ ആ ഒരു ഡാറ്റയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതായിരിക്കണം എനിക്ക് റിസൾട്ടായിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നത് കറക്റ്റ് ഡാറ്റയാണ്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇത്രയും കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയാൻ നേരത്ത് നമ്മൾക്ക് ആദ്യം കൊണ്ടുപോയി തരുന്ന വെബ്സൈറ്റുകൾ, ഇതെല്ലാം ആ ആദ്യം വരുന്ന എല്ലാ കാറ്റഗറിയിലെ വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റ് റിലേറ്റഡോ അല്ലെങ്കിൽ ആ ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്, കൺസ്ട്രക്ഷൻ കമ്പനീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റുകളായിരിക്കും ആദ്യം തന്നെ നമുക്ക് കൊണ്ടുപോയി തരുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത്രയും ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു വലിയ പ്രോസസ്സാണ്, ചെറുതല്ല, വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ബേസൊക്കെ നമ്മളുടെ ഇത് അറിഞ്ഞിരുന്നാൽ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഇത് എന്താ പറയുക, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണോ? നമ്മളിത് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളുടെ കയ്യിലേക്ക് ഇനി വരാൻ പോകുന്നത് ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിനകത്ത് നമ്മൾ റാങ്കിങ് ചെയ്യിപ്പിക്കാൻ നേരത്ത് ഇത്തരം കാര്യങ്ങളിലൂടെ ആണ് ഒരു SEOയുടെ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു SEO വർക്കർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ SEO എക്സ്പെർട്ട് എന്നുള്ള രീതിയിൽ, SEO അനലിസ്റ്റ്, SEO സ്പെഷ്യലിസ്റ്റ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിലെല്ലാം പോകുന്നത് ഇത്രയും പ്രോസസ്സ് നമ്മൾ ചെയ്യാനുള്ളതാണ്. ഇനിയും ഒരുപാട് പ്രോസസ്സുകളുണ്ട്. പക്ഷേ ഇതെന്താ പറയുക, ഒരു സിമ്പിൾ തിയറിയാണ്. നമുക്ക് ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ഇതൊരു ക്യൂരിയോസിറ്റി ഉള്ള സബ്ജക്റ്റാണ്. ഇത് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഓക്കെ നമ്മളൊരു സംഭവം സെർച്ച് ചെയ്യുന്നപ്പോൾ ഒരു സ്പൈഡർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിലെ സ്പൈഡറോ ബോട്ടോ ഈ ഒരു ഡാറ്റ വലിച്ചുകൊണ്ട് വെക്കുന്നു. അവരത് സോർട്ട് ചെയ്ത് നമുക്ക് അടുക്കി വെക്കുന്നു. അടുക്കി എന്താ പറയുക, ഒരു ചിട്ടയായിട്ട് അത് വെക്കുന്നു. ലാസ്റ്റ് എന്താ പറയുക, ഒരു കസ്റ്റമർ ഒന്ന് ചോദിക്കുമ്പോൾ ഡാറ്റ, ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. ആ ഡാറ്റാസിൽ നിന്ന് നമുക്ക് വേണ്ട, ആ കസ്റ്റമർക്ക് വേണ്ട റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ കൊണ്ടുപോയി കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ വർക്ക് നടക്കുന്നത്. ഇങ്ങനെയാണ് ഒരു സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.